ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഒമാൻ ഒഴികെയുള്ള ഗൾഫിലെ വിശ്വാസികൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പെരുന്നാളിനെ ആഹ്ലാദപൂർവ്വം വരവേറ്റ ആഘോഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ദമാമിലെ മലയാളികളും. ദമാമിൽ നിന്നും സുബൈർ ഉദ്ദിനൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് ഈദുൽ ഫിത്തർ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ ഇവിടെ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അല്ലേ, ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അല്ലേ? വളരെയധികം സുദിനത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. പക്ഷേ നാട്ടിൽ പെരുന്നാൾ ഇല്ലാത്തത് ചെറിയൊരു വിഷമമുണ്ട്. എന്നാലും മാഷാ അല്ലാഹ് ഏകദേശം ഗൾഫ് ജീവിതത്തിൽ ഇപ്പോൾ 15ാമത്തെ വർഷമാണ് സൗദി. അതിനോട് ഒരു 2 പ്രാവശ്യം മാത്രമേ നാട്ടിൽ പെരുന്നാൾ കൂടാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടുത്തെ പെരുന്നാളിന് ഒരു പ്രത്യേക ഒരു ഇതാണ്. കൂടാൻ കഴിയാത്ത, കൂട്ടുകുടുംബത്തോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ കഴിയാത്ത ഒരു വിഷമം മനസ്സിൽ എല്ലാ പെരുന്നാളിനും ആ ഒരു വിഷമം ഉണ്ടാവില്ലേ. ഇപ്രാവശ്യം ഒന്ന് നാട്ടിൽ പോകണമെന്നായിരുന്നു. പക്ഷേ അതിന്റെ ഒരു സാഹചര്യം ഒത്തുവരണ്ട. എങ്ങനെയുണ്ട് പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ്? എങ്ങനെയായിരുന്നു പെരുന്നാൾ ആഘോഷ പരിപാടികളൊക്കെ? എന്തൊക്കെയാണ് പെരുന്നാൾ ആഘോഷ പരിപാടി? നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇവിടെ. കാരണം നാട്ടിൽ നമ്മൾ ഒരുപാട് വൈകിട്ട് ഇത്ര നേരത്തെ നിസ്കാരം നാട്ടിലൊന്നും കഴിയുന്നില്ല. അപ്പം ഇവിടെ ഫാമിലി ഉണ്ട്, ഫാമിലി ഇല്ലാത്തവരുമുണ്ട്. ഫാമിലി ഉള്ളവർ പുറത്തോട്ട് പോകണം, ഫാമിലി ഇല്ലാത്തവരത്തോട് ഇതുപോലെ തൊഴിലാണിത്. വലിയൊരു സന്തോഷം. വളരെ വളരെ നല്ലൊരു സന്തോഷപ്രദമായൊരു സുദിനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഈ കോപാറിലുള്ള ഞങ്ങളുടെ നാട്ടുകാരെ എല്ലാവരും ഒരുമിച്ച് കൂടി ഇനി ഒരു നാസ്ത കഴിച്ചതിന് ശേഷം എല്ലാവരും വീണ്ടും അവരവരെ വീട്ടിലേക്ക് പിരിയും. വ്രതാനുഷ്ഠാനം വളരെ നല്ല രീതിയിൽ ഈ വർഷവും പൂർത്തിയാക്കാൻ സാധിച്ചു. ഇനി വരുന്ന ഒരാഴ്ച ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ്. എനിക്കൊന്ന് സൗദി അറേബ്യയിൽ തന്നെ വിവിധ ഭാഗങ്ങളിലൊക്കെ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള ഒരുപാട് കലാപരിപാടികളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്കതിൽ പങ്കെടുക്കണം. നമുക്ക് ഇവിടെയുള്ള ചില എൻ്റർടൈൻമെൻറ്റിൽ പെട്ടതാണത്. നമസ്കാരം കഴിഞ്ഞ് ഇനി അടുത്ത ഭക്ഷണം, അതുപോലെ തന്നെ കൂട്ടുകാരുമായിട്ടുള്ള കറക്കം, ഇതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടികളല്ലേ? അതെ. ഇന്ന് നമ്മൾ അബഹയിലേക്ക് പോകേണ്ട ഒരു പരിപാടിയിലാണ്. അപ്പോൾ ഒരു 2 മണിയാകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങി വ്യാഴ്ച ഡ്യൂട്ടി ഉണ്ട്, അതാകുമ്പോൾ തിരിച്ചെത്താനുള്ള പരിപാടിയിലാണ്. ഓക്കെ, എന്തൊക്കെയാ പരിപാടികൾ? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, നല്ലൊരു ബിരിയാണി കഴിക്കുക പെരുന്നാളിൻ്റെ. കുടുംബമുണ്ട് ഇവിടെ? കുടുംബം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വൈകുന്നേരം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ ഇറങ്ങാം. ഓക്കെ, ഒന്ന് കുടുംബം ഇവിടെ ഉണ്ടോ? കുടുംബം ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളിപ്പം 5 ദിവസം ലീവാണ്. അത് മാക്സിമം 5 ദിവസം ഉപയോഗപ്പെടുത്തി ഇവിടുന്ന് ഇപ്പോഴും പ്ലാൻ വേറൊരു കൺട്രിയിലേക്കാണ്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഒടുവിൽ ഈദുൽ ഫിത്തറും കഴിഞ്ഞ് പ്രവാസി വിശ്വാസികൾ ഇനി ആഘോഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ക്യാമറമാൻ ജുനൈദിനോടൊപ്പം സുബൈർ ഉദ്ദിനൂർ, 24 ദമാം.